ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ശരിക്കും എത്ര ട്വിസ്റ്റുകളുണ്ടെന്ന് എണ്ണാൻ കഴിയില്ല. അമ്മാതിരി ഒരു ഇന്ത്യൻ മൂവി ഇറങ്ങിയിട്ടുണ്ട്, മാഊരി പൊലിമേറ. ജാതി കഥയാന്ന് പറയണ്ടേ, നമ്മുടെ ഈ ഒരു ചാനൽ പറഞ്ഞതിൽ വെച്ച് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും. എന്തായാലും ആ ഒരു കഥയുടെ കഥ പറയുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോ. ഇതിന്റെ ആദ്യ ഭാഗം 1 മണിക്കൂർ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവര് അതൊന്ന് കണ്ടിട്ട് വരണേ, തീർച്ചയായിട്ടും കണ്ടിട്ട് വരണം. അത്രയും ട്വിസ്റ്റ് ആയിട്ടുള്ള ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് നേരെ ഈ രണ്ടാം ഭാഗത്തിലേക്ക് പോവാം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ കാട്ടിൽ വെച്ചിട്ട് നമ്മുടെ കുമാർ അതുപോലെ തന്നെ SI ബൊലിഞ്ച ഇവരൊരു ഫൈറ്റ് ഒക്കെ നടന്ന് ഇതിന്റെ ശേഷം കുമാർ അലറി വിളിച്ച് പറയാണ്, ഞാൻ ജനിച്ചത് തന്നെ ആ ഒരു നിധി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞു. കുമാറിനെ പെട്ടെന്ന് കാണാതായി. ഇതേ സമയത്ത് തന്നെ SIയോട് ഈ ബൊലിഞ്ച പറയാണ്, സാറേ ആ കവിത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഇവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ബലി കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ SI മറ്റൊരു കാര്യം ഈ ബൊലിഞ്ചയോട് പറയാണ്, കവിതയല്ലട ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, നിന്റെ ഭാര്യയാണ് ഇവൻ നരബലി കൊടുത്തത്, അതായത് മായയെ. തല പൊട്ടുന്ന രീതിയിലുള്ള ഈ ഒരു കാര്യം കേട്ട സമയത്ത് ബൊലിഞ്ച ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് SI ഇപ്പോ ഈ ഒരു ബൊലിഞ്ചയോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി കവിതയുടെ ശരീരമാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ ശരീരം കവിതയുടെ കുടുംബത്തിന് ഇട്ടുകൊടുത്തു. എന്നിട്ട് ആ ഒരു ശവപ്പറമ്പിൽ വന്നിട്ട് കവിതയെ കൊണ്ട് ഇവരൊരു പൂജ ചെയ്തില്ലേ. എന്നാൽ ആ പൂജ ചെയ്യുമ്പോൾ നടുവിൽ ഒരു മറയുണ്ടായിരുന്നു. ആ മറയുടെ അപ്പുറത്ത് കുമാർ ഒറ്റയ്ക്കിരുന്ന് പൂജയാണ്. മറയുടെ ഇപ്പുറത്ത് ഇരുന്നുകൊണ്ട് കവിതയെ വെച്ചിട്ട് അവന്റെ മാമൻ മറ്റെന്തൊക്കെയോ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പരുന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. ഇവരുടെ പൂജയിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് വരികയാണ്. അങ്ങനെ ആ ഒരു പൂജയിൽ തെറ്റ് പറ്റിയത് കൊണ്ട് തന്നെ ഈ മാമന്റെ കൂടെ ഇരിക്കുന്ന കവിത പെട്ടെന്ന് മരിച്ചു പോവാണ്. പക്ഷെ ഒരിക്കലും നിധി എടുക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു വലിയ കൊടൂരമായിട്ടുള്ള ഈ ചടങ്ങുകളൊന്നും നിർത്താൻ മാമൻ തയ്യാറായിരുന്നില്ല. അപ്പൊ മാമൻ ഉണ്ടല്ലോ ഈ ഒരു കവിതയുടെ മുടി വെച്ച് ചില കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നേരെ ഈ കുമാറിനോട് ചെന്ന് പറയാണ്, അതായത് കവിത മരിച്ച കാര്യമൊന്നും പറയുന്നില്ല, നാളെ രാവിലെ നീ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ, ഞാൻ അങ്ങോട്ടേക്ക് കവിതയും കുട്ടി വന്നോളാന്ന്. എന്തായാലും കുമാർ ഈ കവിത മരിച്ച കാര്യം അറിയുന്നില്ല കേട്ടോ. ഇതിനുശേഷം കുമാർ പോയപ്പോ ഈ മാമൻ നേരെ ചെന്നത് ബൊലിഞ്ച അവന്റെ ഭാര്യയായിട്ടുള്ള മായയുടെ അടുത്തേക്കാണ്. മായോട് പറയാണ്, നിനക്ക് ഒരുപാട് ഇഷ്ടമല്ല ആ ഒരു കുമാറിന്, ഇപ്പോഴും അവന്റെ കൂടെ നിനക്ക് ജീവിക്കണ്ടേ? മാമൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ ബൊലിഞ്ചയുടെ ഭാര്യ ഉണ്ടല്ലോ, അതായത് കുമാറിന്റെ കൂട്ടുകാരന്റെ ഭാര്യ ഭയങ്കര സന്തോഷത്തിൽ തിരിച്ചുകൊണ്ട് പറയാണ്, അതെ എനിക്ക് അവന്റെ കൂടെ ജീവിക്കണം. ഇപ്പൊ മാമൻ പറയാണ്, അതിനു വേണ്ടി തന്നെയല്ലേ നീ നിന്റെ ജീവിതം മുഴുവൻ ആഗ്രഹിച്ചിരുന്നത്, കുമാറിന്റെ കൂടെ ജീവിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യ്, കുമാറിന്റെ കൂടെ നിനക്ക് ജീവിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാ, നാളെ രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പറയുന്ന പോലെ നീ വരണം. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോ സ്റ്റേഷനിലേക്ക് ഈ മാമൻ ഉണ്ടല്ലോ കുമാറിനെ കാണാൻ കവിതയെ കൂട്ടാതെ ചെന്നു. എന്നിട്ട് അവന്റെ കയ്യിലേക്ക് ഒരു ചരട് കെട്ടിക്കൊടുത്തില്ലേ, ചടങ്ങ് കഴിയുന്നത് വരെ നീ ഇത് അഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അത് കവിതയുടെ മുടി കൊണ്ടുണ്ടാക്കിയ ആ ഒരു ചരട് തന്നെയായിരുന്നു. അത് കെട്ടിയാൽ പിന്നെ ഇവന്റെ കണ്ണിൽ കാണുന്ന ഈ ഒരു മായയെ അവന് കവിതയായിട്ട് തോന്നും. എന്തായാലും ഇത് കെട്ടിയതിനു ശേഷം അങ്ങോട്ടേക്ക് ഈ മായ വരികയാണ്. അവനെന്തോ ഒരു സംശയം പോലെ ഈ കാണുന്ന ആരാണ്, എന്നാൽ ആ ഒരു ചരടിന്റെ പവർ കൊണ്ട് തന്നെ ഈ വരുന്നത് മായയാണെന്ന് അവന് മനസ്സിലാകുന്നില്ല, അത് കവിതയാണെന്ന് അവൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മായയുമായിട്ടാണ് ഈ കുമാർ നേരെ കേരളത്തിലേക്ക് പോയതും കുറച്ചുനാൾ അവിടെ ജീവിച്ചതും അവസാനം അവളെ ബലി കൊടുത്ത് അവളുടെ ആ ഒരു രക്തം കൊണ്ട് കുളിച്ചതും സ്വന്തം കൂട്ടുകാരന്റെ ഭാര്യയാണെന്ന് ഓർക്കണം. ഇതെല്ലാം കേട്ട സമയത്ത് ഒരു സാധാരണ മനുഷ്യനാണ് ഈ ഒരു ബൊലിഞ്ച. അവനിക്ക് ഈ ഒരു കാര്യമൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് എന്താ പറയാ കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്. ഇതെല്ലാം ഇങ്ങനെ കേട്ട സമയത്ത് ബൊലിഞ്ച ചോദിക്കണം, സാർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഈ കുമാറിന്റെ മാമൻ അതുപോലെ തന്നെ എന്റെ ഭാര്യ, ഇവർക്ക് തമ്മിൽ എന്താണ് റിലേഷൻ, അവരാരാണ്? ഇപ്പൊ SI വീണ്ടും ഓരോ രഹസ്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. ഈ മായ ഉണ്ടല്ലോ, അവൾക്ക് ചെറിയ പ്രായത്തിലെ അവളുടെ അച്ഛനും അമ്മയും, നിന്റെ ഭാര്യയ്ക്ക് അച്ഛനും അമ്മയും നഷ്ടമായിട്ടുണ്ടായിരുന്നു. അവളുടെ തന്നെ അകന്ന ബന്ധത്തിലുള്ളൊരു മാമനാണ് ശരിക്കും ഈ കുമാറിന്റെ മാമൻ. മാത്രമല്ല ചെറുപ്പത്തിൽ മായക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലെ അവളെ ഒരു ഭ്രാന്താശുപത്രിയിലാണ് വളർത്തിയത്. എന്ന് ഈ മാമന്റെ കൂടെ ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ കുമാറും ആ ഒരു ആശുപത്രിയിലേക്ക് ചെല്ലാറുണ്ടായിരുന്നു. എപ്പോഴും ആ ഒരു പെൺകുട്ടി ഇവനങ്ങനെ കാണാറുണ്ട്. വല്ലാത്തൊരു ഇഷ്ടം തന്നെ ഈ മായക്ക് ചെറുപ്പം മുതലേ കുമാറിനോട് തോന്നലുണ്ടായിരുന്നു. അത് എത്രത്തോളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലേഡ് വെച്ച് അവന്റെ പേര് കയ്യിൽ എഴുതുന്നത് വരെ. എന്ന് കുമാർ ഈ ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. വലുതായി ഇപ്പൊ കുമാർ ലക്ഷ്മിയെ കല്യാണം കഴിച്ചു. ഒരിക്കലും ഇത് മായയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ഭ്രാന്ത് മൂത്തു വരികയാണ്. എന്ന ഒരു സമയത്ത് മാമൻ അവളോട് ചെന്നിട്ട് പറയാണ്, മോളെ നിനക്ക് അവനെ വേണോ? ഒരു ദിവസം അവന്റെ കൂടെ ജീവിക്കാനായിട്ട് നിനക്ക് ഞാൻ അവസരം ഉണ്ടാക്കി തരും, ഉറപ്പാണ്. പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം. അങ്ങനെയാണ് ഈ കുമാറിന്റെ കൂട്ടുകാരൻ, അവന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ വീട്, അവന്റെ അടുത്തേക്ക് അവന്റെ ഭാര്യയായിട്ട് മായ വരുന്നത്. അതായത് അവരുടെ ആ ഒരു കല്യാണം കഴിഞ്ഞത് തന്നെ വ്യക്തമായ ഒരു പ്ലാനിന്റെ പുറത്താണ്. സാർ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ഒരു കാര്യം SIയോട് ബൊലിഞ്ച് ചോദിക്കുമ്പോൾ SI ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ നാട്ടില് അതായത് പെട്ടെന്നൊരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സിമ്രാൻ. ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ച് ഞാൻ ഹൈദരാബാദ് വരെ എത്തി. അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു ലേഡി ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ആളാണ്. അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ആ ലേഡി പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അതായത് നമ്മുടെ ഗ്രാമത്തിൽ ആ ഒരു പഴയ അമ്പലം ഉണ്ടല്ലോ, അതൊരു സാധാരണ കെട്ടിടമല്ല. നമ്മുടെ ആ ഒരു നാട്ടില് ഈ ഇടിമിന്നല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് വരാറില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു അമ്പലത്തിന് ഒരു പ്രത്യേകതരം കാന്തിക ശക്തിയുണ്ട്. അതൊരു പ്യുവർ സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇടിമിന്നലിനെ എല്ലാം അത് അങ്ങോട്ടേക്ക് ആവാഹിക്കുകയാണ്. സോ എല്ലാവരും പറയുന്ന ഈ ശാപം
എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിന്റെ കൂടെ തന്നെ ഈ ലേഡി ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ അമ്പലത്തിനെ കുറിച്ചും അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ട്രഷർ അതിനെക്കുറിച്ചും പഠിക്കാനാണ് ഈ സിമ്രാൻ അങ്ങോട്ടേക്ക് വന്നതെന്ന്. സോ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ ആ ഒരു പഴയ അമ്പലത്തിലേക്ക് ചെന്നു. അവിടെ വെച്ച് ചില വസ്തുക്കൾ, ചില പൂജ ചെയ്ത കാര്യങ്ങൾ, ഒരു മാലയിതൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതേ മാല അതേ ഡിസൈനിൽ തന്നെ വേറൊരു സ്ഥലത്തും ചെയ്തു വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലക്ഷ്മിയുടെ വീട്ടിൽ അന്ന് കയറി ചെന്നപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു മാല അതാരാ ചെയ്തു കൊടുത്തതെന്ന് ലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ അവളുടെ മാമനാണ് ഈ പ്രശ്നങ്ങളൊന്നും അവരുടെ കുടുംബത്തിന് വരാതിരിക്കാൻ പോട്ടിൽ ആളെ കിട്ടി. നേരെ ചെല്ലുകയാണ് ആരുടെ അടുത്തേക്ക്? ഈ മാമന്റെ അടുത്തേക്ക്. നല്ല പെട കൊടുത്തപ്പോൾ മൂപ്പരുള്ള കാര്യം മുഴുവനും തത്ത പറയുന്നത് പോലെ ഈ എസ് ഐയോട് പറയാണ്. അങ്ങനെയാണ് എല്ലാ രഹസ്യങ്ങളും ഈ എസ് ഐക്ക് മനസ്സിലായത്. എന്തായാലും ഇനി വരാൻ പോകുന്നത് പൗർണമിയാണ്. അവൻ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇനിയും വീണ്ടും ഏതെങ്കിലും കൊല ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തീർച്ചയായിട്ടും അവനെ തടുത്തു കളയണം. എന്തായാലും ഇവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുമാര് അവന്റെ ആ ഒരു നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എവിടേക്ക്? ആ ഒരു പഴയ അമ്പലം ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലേക്ക്. രാത്രിയൊന്നും ഒരു മനുഷ്യനും ഇങ്ങോട്ടേക്ക് വരില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ആരുമില്ലാത്ത ഏകാന്തമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുമാർ അവന്റെ അവസാനത്തെ പൂജ ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഒരു പൂജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്രം, അതിന്റെ ആ ഒരു കാന്തിക വലയം മാത്രമല്ല, ഇതിനെ കാവൽ നിൽക്കുന്ന ആ ഒരു പാമ്പുകൾ, ഇതിനെല്ലാം നിയന്ത്രിക്കാനാണ്. അങ്ങനെ ഈ പൂജയുടെ ഒരു ഘട്ടത്തിൽ ഈ ഒരു അമ്പലം ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലുള്ള സകലമായ പാമ്പുകളും ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവന്റെ ചുറ്റും നിൽക്കുകയാണ്. പെട്ടെന്ന് ഇതെല്ലാം മയങ്ങി വീഴുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു പൂജയുടെ ലക്ഷ്യം. ഇതിനുശേഷം ഒരു തീപ്പന്തവുമായിട്ട് പതിയെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കുമാർ കയറി ചെല്ലുകയാണ്. പിന്നീട് ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോൾ ഒരു മന്ത്രം ചൊല്ലിയപ്പോൾ ഒരു തിളങ്ങുന്നത് പോലുള്ള ശംഖിന്റെ ചിഹ്നം കാണുകയാണ്. അതുവഴി ഇവൻ താഴെ ബേസ്മെന്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു അറയിൽ വെച്ചിട്ട് ആ ഒരു വലിയ ട്രഷറിനെ അവൻ കാണുകയാണ്. ഇതുവരെയായിട്ടും ആരും കണ്ടെത്താത്ത ആ ഒരു വലിയ ട്രഷർ അവന്റെ കണ്ണുകളാകെ മഞ്ഞളിച്ചു പോകുന്നുണ്ട്. ഇവിടെ സീൻ കട്ടാവാണ്. അടുത്ത സീനിൽ നമ്മുടെ ലക്ഷ്മിയെ കാണിക്കുകയാണ്. അവൾ അവളുടെ ആ ഒരു ഗ്രാമെല്ലാം വിട്ട് വേറെ ഏതോ ഒരു നാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, ഒരു മലയുടെ മുകളിൽ അവൾ അങ്ങനെ താമസിക്കുകയാണ് ഒറ്റയ്ക്ക്. ആ ഒരു സങ്കടത്തിൽ അവൾ അങ്ങനെ ആ ഒരു വീട്ടിന് പുറത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ്. മറ്റാരുമല്ല, കുമാർ തന്നെ. എത്രയോ ദിവസത്തിന് ശേഷമാണ് കുമാറിനെ കാണുന്നത്. അവൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ലക്ഷ്മിക്ക് അറിയാമല്ലോ. പെട്ടെന്ന് തന്നെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൻ അവിടെ വെച്ച് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടാവുമല്ലോ, ചോറ് കൊടുക്കുകയാണ്. ഉറപ്പാണ് നല്ല സമാധാനത്തിൽ ഇത്രയും വലിയ നരബലിയും കാര്യങ്ങളൊക്കെ നടത്തി അവസാനം ആ ഒരു ട്രഷർ അവന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യമൊന്നും ലക്ഷ്മിക്ക് അറിയില്ല എന്നാണ് കുമാർ വിചാരിക്കുന്നത്. എന്നിങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടി ഭക്ഷണം കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ, അവസാനം ആ ഒരു നിധി കിട്ടിയല്ലേ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ കുമാർ അങ്ങോട്ട് ഞെട്ടിപ്പോവാണ്. ഇവിടെ വെച്ചാണ് വേറൊരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കാൻ പോകുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുമാർ അതുപോലെ തന്നെ ഈ കവിതയുമായിട്ട് ഇവിടുന്ന് നാട് വിട്ടുപോയില്ലേ, എന്നാൽ കൂടെ പോയത് കവിതയല്ല, അത് ബൊലിഞ്ചിയുടെ ഭാര്യയായിട്ടുള്ള മായാണെന്ന് നേരത്തെ തന്നെ ലക്ഷ്മിക്ക് അറിയായിരുന്നു. എന്താ കാരണം എന്നല്ലേ, ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ, അന്ന് ആ ഒരു എസ് ഐ നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ നമ്മുടെ ഈ ഒരു ലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ, ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. വൃദ്ധനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ നേരിട്ട് കണ്ടതാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുമാറും അതുപോലെ തന്നെ ഈ മായയും കയറി പോകുന്നത്. എന്തായാലും കഥയുടെ ആരംഭത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നില്ലേ, ഈ ഒരു മായ എപ്പോഴും വിളിച്ച് കാശികനെ ചോദിക്കുന്നുണ്ടെന്ന് ബൊലിഞ്ച പറയുന്നില്ലേ, അത് വേറെ ആരോ വെച്ചിട്ട് കുമാർ ചെയ്യിപ്പിക്കുന്നതാണ്. എന്തായാലും സ്വന്തം കമ്മൽ തന്നെ ഊരി കൊടുത്തിട്ട് അത് പൈസയാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ട് ഈ ബൊലിഞ്ച ഇവിടെ നിന്ന് ഒഴിവാക്കിയില്ലേ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് കയറിയിട്ട് ഈ മായയുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിരുന്നു. അങ്ങനെ ആ ഒരു പെട്ടി പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടുകയാണ്. ഈ ചെറുപ്പത്തിലുള്ള മായ കൂടെ നിൽക്കുന്ന ഈ മാമൻ, ഇവർ രണ്ടുപേരെയും ലക്ഷ്മി കാണുകയാണ്. ഇതിനുശേഷമാണ് ലക്ഷ്മി മാമന്റെ വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് പോയത്. അങ്ങനെ ആ ഒരു ഭക്ഷണം ഈ മാമന് വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മാമനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. മാമ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, എന്തുകൊണ്ട് ഒരു കാര്യം പോലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? പിന്നെ എന്തിനാണ് ഈ ബലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും ആ മായെ, നിങ്ങൾ വളർത്തിയ ആളല്ലേ, നിങ്ങളുടെ ഒരു മകളെ പോലെ ആയിരുന്നില്ല ആ ഒരു മായ. ഇതേ സമയത്ത് തന്നെ മാമൻ ഒരു കുറ്റബോധം ഇല്ലാതെ പറയാണ്, ഒരു വിഡ്ഢിയായിട്ടുള്ള പെണ്ണാണ് അവള്, എത്ര കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാവില്ല. മാത്രല്ല വിധി അങ്ങനെയാണ്, ഈ ഒരു നിധി എടുക്കാൻ വേണ്ടി കുമാരന്റെ ലൈഫിലേക്ക് അവള് വരും. അതുപോലെ തന്നെ അവളുടെ രക്തം കൊണ്ടാണ് കുമാറിന് ഇത് കണ്ടുപിടിക്കാൻ കഴിയുക. ഇതൊക്കെ ഒരു വിധിയാണ്. മാമൻ ഇങ്ങനെ ന്യായീകരിച്ച് പറയുന്ന സമയത്ത് ഈ ലക്ഷ്മി ഉണ്ടല്ലോ, വല്ലാത്തൊരു കൊലച്ചിരി ഈ മാമന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു ഭക്ഷണത്തിൽ നല്ല ഉഗ്രം വിഷം തന്നെ ലക്ഷ്മി ചേർത്തിട്ടുണ്ടായിരുന്നു. അടുത്ത നിമിഷം തന്നെ ചോര തുപ്പിക്കൊണ്ട് ഈ ഒരു നരാധമനുണ്ടല്ലോ അവിടെ ചത്ത് വീഴാണ്. ഇവനൊക്കെ ഇങ്ങനെ തന്നെ കൊല്ലണം. എന്തായാലും ഈ ഒരു കാര്യം കേട്ട കുമാർ കണ്ണും തള്ളിയിരിക്കുകയാണ്. അവന്റെ കണ്ണൊക്കെ ആകെ കലങ്ങാൻ തുടങ്ങി. ഒരുമാതിരി വേദന വയറ്റെന്നും നെഞ്ചെന്നും ആകെ കൂടി. അടുത്ത നിമിഷം തന്നെ അതാ ടിസ്റ്റ് വെക്കുന്നത്, കുമാരൻ ഛർദ്ദിക്കുകയാണ്. നല്ല ഒന്നാം തരം കാട്ട ചോര തന്നെ. ഒന്നുമില്ല, അവന് കൊടുത്ത ആ ഒരു ഭക്ഷണത്തിലും ലക്ഷ്മി വിഷം ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതിനുശേഷം ലക്ഷ്മി മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്തോ ഒരു കാര്യം താഴേക്ക് വെച്ചിട്ട് ഈ കുമാരനോട് പറയാണ്, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഇതൊന്നും കിട്ടാത്തതാണ് എന്റെയും നിന്റെയൊക്കെ പ്രശ്നം. ഒരിക്കലും നമ്മുടെ മകൻ ആ ഒരു രീതിയിൽ വളരില്ല, ഒരു വിഡ്ഢിയെ പോലെ. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടേ വിചാരിച്ചിരുന്നു അവനെ നന്നായിട്ട് പഠിപ്പിക്കണമെന്ന്. എന്നാൽ ആ സമയത്താണ് കവിതയുടെ ചേട്ടൻ വന്ന് എന്റെ മകനെ സ്കൂളിൽ നിന്നും പുറത്തേക്ക് വലിച്ചിടുന്നത്. ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദയവ് ചെയ്തിട്ട് അവനെ പഠിക്കാൻ സമ്മതിക്കണമെന്ന്. എന്നാൽ അവിടെ വെച്ച് അവൻ എന്റെ ചെവിക്കലിനിട്ട് അടിച്ചു. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ബസ്സിൽ ഈ കവിത ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ചെവിയിൽ നിന്നും രക്തം ഒലിക്കുന്നതായിട്ട് കണ്ടില്ലേ, അതിങ്ങനെ സംഭവിച്ചതാണ്. ഈ കവിത
കവിതയുടെ ചേട്ടൻ അവളുടെ മുഖത്തടിച്ചതാണ്. എന്തായാലും അടി കൊണ്ട് വീണ സമയത്തും ലക്ഷ്മി ഒരുപാട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കവിതയുടെ ചേട്ടൻ പറയാണ് അവിടെ ആ ഒരു ചെരുപ്പുണ്ട്, അതിൽ പോയിട്ട് ഉമ്മം വെച്ച് മാപ്പ് പറഞ്ഞ് ആ ഒരു വല്ലാത്ത രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ഈ കവിതയുടെ ചേട്ടൻ പറയാണ്. എന്നാൽ അത് അതുപോലെ ഈ ലക്ഷ്മി കേൾക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കവിതയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സ്ത്രീക്ക് ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവര് വന്നിട്ട് പറയാണ് മോളെ നിന്റെ മകനെ പഠിപ്പിക്കും തീർച്ചയായിട്ടും, പക്ഷെ ഈ ഒരു നാട്ടിൽ വേണ്ട, ഈ ഒരു നശിച്ച നാട്ടിൽ നിന്ന് മോള് വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോ. അങ്ങനെയാണ് മകനെയും കൂട്ടിയിട്ട് ലക്ഷ്മി ഇവിടെ നിന്നും ഈ ഒരു മലയോര സ്ഥലത്തേക്ക് വരുന്നത് കുട്ടിയെ പഠിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വെച്ച് വേറൊരു ടിസ്റ്റും കൂടെ നമ്മുടെ ഈ ഒരു ലക്ഷ്മി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതായത് അന്ന് കവിതയാണെന്ന് കരുതിയിട്ട് കുമാർ നേരെ കേരളത്തിലേക്ക് ട്രെയിനിൽ ഇങ്ങനെ പോയില്ലേ എന്ന് സത്യം പറഞ്ഞാൽ കുമാറിന് നന്നായിട്ട് അറിയാം ഈ കൂടെയുള്ളത് കവിതയല്ല മായയാണെന്ന്. അവൻ ആ ഒരു ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ ആ ഒരു ചരട് അത് വലിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോ ഈ കവിതയാണെന്ന് ഇവൻ വിചാരിച്ചിരിക്കുന്നു, മാമൻ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, കുമാറിന് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുമാർ അവളെ മായ എന്ന് തന്നെയാണ് വിളിച്ചത്. ഇതേ സമയത്തിന് ഈ ഒരു കാര്യം ആ വണ്ടിയിലുണ്ടായിരുന്നു, അതായത് ട്രെയിനിലുണ്ടായിരുന്ന ഒരു ലേഡി കേൾക്കാണ്. ഇതുപോലെ തന്നെ ഈ ലേഡി വന്നിട്ട് നമ്മുടെ ലക്ഷ്മിയോട് കാര്യം പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിക്കും കാര്യം മനസ്സിലായി, കൂടെയുള്ളത് മായയാണെന്നുള്ള കാര്യം കുമാറിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്തായാലും എന്താ, കുമാറിനെ സ്നേഹിക്കുന്ന ഒരാളെ കൊണ്ടുപോവുക, ബലി കൊടുക്കുക, അത് മാത്രല്ലേ. ഇനിയിപ്പോ അത് കവിത ആയാലെന്താ, മായ ആയാലെന്താ. ഇവിടെ വെച്ച് വീണ്ടും ലക്ഷ്മി മറ്റൊരു കാര്യം കൂടെ ഈ കുമാറിനോട് പറയാണ്, വിദ്യാഭ്യാസം അതൊന്നും ഇല്ലാത്തതാണ് ഇത്തരം കൊടൂരമായിട്ടുള്ള കാര്യങ്ങൾ നിന്നെ കൊണ്ടും നിന്റെ മാമനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ മകനെ മാത്രം നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് കുമാറെ, ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിച്ചു അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇതുകൊണ്ടെങ്കിലും നീ മനസ്സിലാക്കുന്നു പറഞ്ഞിട്ട് കുമാറിന് കൊടുത്ത ആ ഒരു വിഷം കലർന്ന ഭക്ഷണം ഉണ്ടല്ലോ അവന്റെ മുന്നിൽ വെച്ച് തന്നെ ലക്ഷ്മി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ ലക്ഷ്മി എത്രത്തോളം അവനെ സ്നേഹിച്ചിരുന്നു ആ ഒരു കാര്യം മനസ്സിലാക്കാമല്ലോ. ഇതേ സമയത്താണ് പെട്ടെന്ന് ലക്ഷ്മിയുടെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുന്നത്. ഇപ്പൊ ഒരാള് ഭയങ്കര റിച്ച് ആണെന്ന് തോന്നിക്കുന്ന ഒരാളാണ്. ഇയാൾ വന്നിട്ട് ഈ ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതേതാണ് ഈ സിനിമ തീരാൻ നേരത്തെ പുതിയൊരു കഥാപാത്രം, അതായത് ആ ഒരു പട്ടേലുണ്ടല്ലോ, പട്ടേലും അവന്റെ ആൾക്കാരും കൂടിയിട്ട് ഈ വലിയ ട്രഷർ എടുക്കാൻ നോക്കുന്നില്ലേ. അവരുടെയൊക്കെ ഈ ബോസ് എന്ന് പറയില്ലേ, ബോസിന്റെ ബോസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരുത്തനുണ്ട്. അവനാണ് ഇയാള്. കഥ എങ്ങോട്ടൊക്കെ പോകുന്നത് ഒരു പിടുത്തൂല. എന്തായാലും ഇവിടെ മരിച്ചെടുക്കുന്ന കുമാറിനെയും അതുപോലെ തന്നെ ലക്ഷ്മിയും നമ്മുടെ എസയും പൊലിഞ്ചയും കൂടെ കണ്ടുപിടിക്കുകയാണ്. ഇവരുടെ ആ ഒരു മൃതദേഹം ആചാരപ്രകാരം തന്നെ ദഹിപ്പിച്ച് കളയുന്നുണ്ട്. ഇതേ സമയത്താണ് ഈ എസ്ഐക്ക് ഒരു കോള് വരുന്നത്. ആ വിളിച്ചത് മറ്റാരുമല്ല, ഈ കുമാറിന്റെ അനിയനായിട്ടുള്ള ജുങ്കയുണ്ടല്ലോ അവനാണ്. അവനിപ്പോ വിളിക്കുന്നത് ഹിമാലയം ആ ഒരു പ്രദേശത്ത് നിന്നാണ്. എന്തോ ഒരു വലിയ രഹസ്യം തേടി തന്നെ അവൻ നടക്കുകയാണ് കേട്ടോ. അതായത് കഥയുടെ ആരംഭത്തിൽ ഒരു സാമിയോട് നാഗബന്ധനം ഇതെങ്ങനെയാ പൊട്ടിക്കുന്നതെന്ന് ഒരാൾ പിന്നിൽ നിന്ന് ചോദിച്ചില്ലേ, അത് മറ്റാരുമല്ല നമ്മുടെ ജുങ്കയായിരുന്നു. എന്തൊക്കെയോ ഒരുപാട് രഹസ്യങ്ങൾ അവൻ അറിയായിരുന്നു. ആ ഒരു രഹസ്യങ്ങൾ തേടി നടക്കുകയായിരുന്നു ഇന്ത്യ മുഴുവനും ഈ ഒരു ജുങ്ക. ആ ഒരു രഹസ്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ഇപ്പൊ ജുങ്ക മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ പട്ടേലിന്റെ ബോസിന്റെ ബോസ് എന്ന് പറഞ്ഞ ഇയാള് പെട്ടെന്ന് എവിടുന്നാണ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്, ഇതിന്റെ പിന്നിലൊക്കെ വേറെയും ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കുമാർ ആ ഒരു ക്ഷേത്രം അതിന്റെ അടിയിലേക്ക് പോയ സമയത്ത് തീപ്പന്തത്തിന് അവൾ വിളിച്ചതിൽ എന്തോ ഒന്ന് കണ്ണി ഞെട്ടി. പക്ഷെ ആ കണ്ട കാര്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് നമ്മളെ കാണിച്ചിട്ടില്ല. ഞാൻ ആദ്യം കരുതി അതൊരു നിധിയാണെന്ന്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവൻ അത്രത്തോളം ആശ്ചര്യപ്പെടുത്തിയ ആ ഒരു കാര്യം അതെന്തായിരിക്കും, ഇനി എന്തൊക്കെയാ മച്ചന്മാരെ വരാൻ പോകുന്നത് ഒന്നും അറിയില്ല. ഓരോ സിനിമ ഇതിന്റെ ഓരോ ഭാഗം തീരുമ്പോഴും ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് നിർത്തുന്നത്. എന്തായാലും മച്ചന്മാർ ഒരു ഗംഭീര സിനിമ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയണം. ഒരു ഇന്ത്യൻ സിനിമ ഇങ്ങനെ ഈ എന്താ പറയാ ഈ കഥ കൊണ്ട് ഇങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുക എന്നൊക്കെ പറയില്ല, അതുപോലൊരു സാധനം. ഞാൻ ഭയങ്കരമായിട്ട് കട്ട വെയിറ്റിംഗ് ആണ് ഇതിന്റെ മൂന്നാമത്തെ ഭാഗത്തിനായിട്ട്. 2024 ഇറങ്ങിയാൽ മതിയായിരുന്നു അല്ലേ. എന്തായാലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.